വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്കും SIR-ൽ പേര് ചേർക്കാൻ അവസരമൊരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വെബ്സൈറ്റ് വഴി രേഖ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഓഫ്ലൈൻ വഴി സംവിധാനം ഒരുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പുതിയ പാസ്പോർട്ട് പ്രകാരമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി സഫ്വാൻ VP ചേരുന്നു. സഫ്വാൻ, മീഡിയ വൺ നിരന്തരമായി ഇതിനെപ്പറ്റി വാർത്തകൾ നൽകിയിരുന്നതാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ? ഡെൽന, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തര വാർത്തകൾ നൽകിയിരുന്നു. ഈ ഫോം 6 വഴി, ഫോം 6 വഴി പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകുമ്പോഴും ഫോം 6A വഴി പ്രവാസി വോട്ടർമാരായി അപേക്ഷ നൽകുമ്പോഴും വിദേശത്ത് ജനിച്ച പൗരന്മാർക്ക്, ഇന്ത്യക്കാരായ ആളുകൾക്ക് ഈ പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മീഷൻ തന്നെ വിശദീകരിച്ചത്, കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇന്ത്യയിലുള്ള പേരുകൾ മാത്രമാണ് ജനന സ്ഥലം ആയി രേഖപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നത്. അങ്ങനെ നിരവധി പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയിലായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഈ മാസം 30-നാണ് അവസാനിക്കുക. അതിനിടയിൽ തങ്ങൾക്ക് ഈ വോട്ടർ പട്ടികയിൽ SIR-മായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരായി പേര് ചേർക്കാനുള്ള ഒരു അവസരം ഓൺലൈനായി നിഷേധിക്കപ്പെടുന്നു എന്നൊരു തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ നിരന്തര വാർത്തകൾ നൽകുകയും ഈ വിഷയം ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി മീറ്റിംഗിൽ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ഇതൊരു വലിയ വിഷയമായി ചർച്ചയായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കമ്മീഷൻ ഇപ്പോൾ അതിനൊരു പരിഹാരം കണ്ടിട്ടുള്ളത് ഓഫ്ലൈനായി, അതായത് BLO-മാരെ സമീപിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ BLO ആപ്പ് വഴിയും മറ്റൊക്കെ ഇത്തരത്തിൽ ഓഫ്ലൈനായി അവരവരുടെ BLO-യെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്കും പേര് ചേർക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ, അതിനുള്ള സജ്ജീകരണം ഒരുക്കിയെന്നാണ് ഒരു വാർത്താക്കുറിപ്പിലൂടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓൺലൈൻ വഴി ഇതിനൊരു സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നാണ്. വിദേശത്തുള്ളവരൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് ഓൺലൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു. നേരത്തെ തന്നെ ഈ വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നമാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇതിലൊരു ഇടപെടൽ നടത്തേണ്ടത് എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഒരു പ്രപ്പോസൽ കേന്ദ്രത്തിന് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ വോട്ടർമാർക്ക്, ഇത്തരത്തിൽ വിദേശത്ത് ജനിച്ച ആളുകൾക്ക് ഈ ഓഫ്ലൈനായിട്ട് അവരുടെ BLO-യെ സമീപിച്ച് ഓഫ്ലൈനായിട്ട് ഒരു വോട്ട് ചേർക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കളക്ടർമാരുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിരുന്നു. നമുക്ക് മനസ്സിലാക്കുന്നത് ഈ യോഗത്തിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്വരിതഗതിയിലുള്ള നടപടിക്രമങ്ങൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 30-ാം തീയതിയാണ് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവസാന സമയം ഉള്ളത്. 23 എന്നുള്ളൊരു തീയതി സുപ്രീം കോടതിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ 30-ലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒരു 2 ദിവസം ബാക്കി നിൽക്കെയാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിദേശത്ത് ജനിച്ച ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരു അവസരം നൽകുന്നത്. നേരത്തെ ഈ പ്രവാസി വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആശങ്ക വിഷയവുമായി ബന്ധപ്പെട്ടത് ഈ പുതിയ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. ആ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചതായി ഏതായാലും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പ്രവാസി വോട്ടർമാർക്ക് എന്തായാലും ഒരു അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഡെല്ല, ഓൺലൈൻ വഴിയല്ലേ ഇപ്പോൾ ഇവർക്ക് അപേക്ഷകൾ നൽകാനായിട്ട് സാധിക്കുക? ഡെൽന, ഓൺലൈൻ വഴി അപേക്ഷ നൽകണമെന്നായിരുന്നു, അപേക്ഷ നൽകാൻ സൗകര്യം ഒരുക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഈ പ്രവാസികളുടെ
ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇപ്പോൾ സൗകര്യമൊരുക്കിയിരിക്കുന്നത് ഓഫ്ലൈൻ വഴി, അതായത് അവരവരുടെ ഏരിയയിലെ BLOമാർ മുഖേന, BLOമാരുടെ ആപ്പ് വഴിയും ഈ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന പ്രത്യേക സംവിധാനവും വഴിയും ഇത്തരത്തിൽ പേര് ചേർക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓൺലൈനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിദേശത്ത് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശ്രയിക്കുന്നത് നമുക്കറിയാം. ഇതൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുമുണ്ടത്. നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത്, നിലവിൽ കമ്മീഷൻ ഒരുക്കിയ സംവിധാനം എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഓൺലൈനായിട്ട് ഇതിനൊരു പരിഹാരം ഇപ്പോഴും കണ്ടിട്ടില്ല.